ഓരോ ആഴ്ച എന്തെങ്കിലും രേണുകാസുധിയെ പറ്റി ന്യൂസ് വരാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് രേണുകാസുധി പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷനിൽ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിനെ കുറിച്ചാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ രേണുകാസുധിക്കെതിരെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സുധി ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു, ഇപ്പോൾ എന്തും ആവാം എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസ് രേണുകാസുധി ആ ഒരു ഫംഗ്ഷൻ ഇട്ടുവന്ന ഡ്രസ്സിനെതിരെ ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഇങ്ങനെയൊക്കെയാണോ ഡ്രസ്സ് ഇടേണ്ടത് എന്നൊക്കെ ചോദിച്ച് കുറേയധികം കമൻസ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ആ ഒരു ഫംഗ്ഷനിൽ തന്നെ രേണുകാസുധി എടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെഗറ്റീവായിട്ടുള്ള കമൻസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ പറയാനുള്ളത്. ആ സമയത്ത് പറഞ്ഞ എൻ്റെ മൂത്ത മകന് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യം എനിക്ക് നോക്കുന്ന ഇഷ്ടത്തിനുള്ള രീതിയിലാണ് നടക്കുന്നത്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോഴത്തേന് ബാക്കിയുള്ളവരെന്ത് പറയുന്നോ അതെനിക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് താഴെയും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവും കമൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പോൾ സുധിയുള്ള സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം സുധി ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കും. നിങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ ഒന്നും മിണ്ടാതെ പോവുക. നിങ്ങൾ ചുമ്മാ എന്തിനാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി ചെന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എന്നിരുന്നാലും ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ അവരവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കുക, ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കയറി കൈ കടത്താതിരിക്കുക.